ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ശുഭാൻശു ശുക്ല ഇന്ത്യയുടെ അഭിമാനമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ 4 മടങ്ങ് വർധന. കുട്ടികളിലെ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം. ആത്മനിർഭർ ഭാരതിന്റെ അടിത്തറയാണ് വോക്കൽ ഫോർ ലോക്കൽ എന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും കടമയായി കരുതി ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും പ്രധാനമന്ത്രി. സുശക്ത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ കായിക വിനോദങ്ങൾക്ക് സുപ്രധാന പങ്ക്. 11 വർഷം പൂർത്തിയാക്കുന്ന സ്വച്ഛ് ഭാരത് ദൌത്യം ജനകീയ പ്രസ്ഥാനമായി മാറിയെന്നും മൻ കി ബാത്തിൽ പരാമർശം. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇംഗ്ലണ്ടിനെതിരായ മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ സമനിലയ്ക്കായി പൊരുതുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാംസ്കാരിക, കായിക, ശാസ്ത്ര മേഖലകളിലെ അഭിമാനകരമായ സംരംഭങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ 124ാം പതിപ്പിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. ശുഭാൻശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. जैसे ही शुभांशु धरती पर सुरक्षित उतरे, लोग उछल पड़े. हर दिल में खुशी की लहर दौड़ गई. पूरा देश गर्व से भर गया. मुझे याद है जब अगस्त 2023 में चंद्रयान 3 की सफल लैंडिंग हुई थी, तब देश में एक नया माहौल बना. കുട്ടികളിലെ നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയായ ഇൻസ്പയർ മാനക് അഭിയാനെക്കുറിച്ചും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇൻസ്പയർ മാനക് അഭിയാന്റെ ഭാഗമായി ഓരോ സ്കൂളിൽ നിന്നും 5 കുട്ടികളെ തെരഞ്ഞെടുക്കുന്നു. ഓരോ കുട്ടിയും ഒരു പുതിയ ആശയം അവതരിപ്പിക്കണം. ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ പദ്ധതിയിൽ പങ്കാളികളായിട്ടുണ്ട്. ചന്ദ്രയാൻ 3 ശേഷം കുട്ടികളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു. രാജ്യത്ത് സ്പേസ് സ്റ്റാർട്ടപ്പുകൾ അതിവേഗം വളരുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്റർനാഷണൽ കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ മെഡലുകൾ കരസ്ഥമാക്കി ഭാരതത്തിന്റെ യശസ്സ് ഉയർത്തി. ഓസ്ട്രേലിയയിൽ നടന്ന ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ നമ്മുടെ വിദ്യാർത്ഥികൾ 3 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും നേടി. അടുത്ത മാസം മുംബൈയിൽ നടക്കുന്ന ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ഒളിമ്പ്യാഡിൽ 60-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ശാസ്ത്രജ്ഞരും പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സ്വാതന്ത്ര്യദിനം ഉൾപ്പെടെ ഓഗസ്റ്റ് മാസത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 1908 ഓഗസ്റ്റ് 11 ബീഹാറിലെ മുസാഫർപൂരിൽ ഒരു 18 വയസ്സുകാരൻ ഖുദിറാം ബോസ് തന്റെ രാജ്യസ്നേഹത്തിനുള്ള വിലയായി ജീവൻ ത്യജിച്ചു. सिर्फ 18 साल की उम्र में उन्होंने बहुत साहस दिखाया, जिसने पूरे देश को झकझोर दिया. तब अखबारों ने भी लिखा था, खुदीराम बोस जब फांसी के फंदे की ओर बढ़े तो उनके चेहरे पर मुस्कान थी. ऐसे ही अनगिनत बलिदानों के बाद, सदियों की तपस्या के बाद हमें आजादी मिली थी. ഓഗസ്റ്റ് 1 ലോകമാന്യ ബാലഗംഗാധര തിലകിന്റെ പുണ്യതിഥിയാണ്. ഓഗസ്റ്റ് 8 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത്. ഓഗസ്റ്റ് 14 വിഭജന ഭീകരതാ സ്മരണ ദിനമായി ആചരിക്കുന്നു. ആത്മനിർഭർ ഭാരതത്തിന്റെ അടിത്തറയാണ് വോക്കൽ ഫോർ ലോക്കൽ എന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിവേഗം വളരുന്ന രാജ്യത്തെ തുണി വ്യവസായ മേഖല സ്വദേശി പ്രസ്ഥാനത്തിന് ഊർജ്ജം പകരുന്നുവെന്നും വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1905 ഓഗസ്റ്റ് 7 ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് കൈത്തറിക്ക് പുതിയ ഊർജ്ജം നൽകി. ഈ സ്മരണയിൽ രാജ്യം എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഖാദി പകർന്ന അതേ ശക്തിയാണ് വികസിത ഭാരതമാകാൻ മുന്നോട്ടു പോകുമ്പോൾ രാജ്യത്തിന്റെ വസ്ത്ര വ്യവസായ മേഖല പകർന്നു നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് സ്വന്തമായി നെയ്ത പൈഠണി സാരികൾ വിൽക്കുന്ന മഹാരാഷ്ട്രയിലെ പൈഠൺ ഗ്രാമത്തിലെ കവിത തവളെ എന്ന സംരംഭക, സാന്താളി സാരികൾക്ക് പുതിയ മുഖം നൽകിയ ഒഡീഷയിലെ മയൂർഭഞ്ചിലുള്ള ഗോത്രവനിതകൾ, ബീഹാറിലെ നളന്ദയിൽ നിന്നുള്ള സംരംഭകൻ നവീൻ കുമാറിന്റെ നേട്ടം എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. വസ്ത്ര വ്യവസായ മേഖല ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഉദാഹരണമാണെന്നും ഇത്തരത്തിലുള്ള പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ദൃഢനിശ്ചയമെടുക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. മാവോയിസ്റ്റ് അക്രമങ്ങൾക്ക് കുപ്രസിദ്ധമായിരുന്ന ഝാർഖണ്ഡിലെ ഗുംല ജില്ലയിലെ ഒരു ഉദാഹരണം പ്രധാനമന്ത്രി പങ്കുവച്ചു. ഓം പ്രകാശ് സാഹു എന്നു പേരുള്ള ഒരു യുവാവ് അക്രമത്തിന്റെ വഴി ഉപേക്ഷിച്ച് മത്സ്യകൃഷി തുടങ്ങി. കൂട്ടുകാരെയും ഇതിനായി പ്രേരിപ്പിച്ചു. जो पहले बंदूक थामे हुए थे, अब मछली पकड़ने वाला जाल थाम चुके हैं. साथियों, ओम प्रकाश साहू जी की शुरुआत आसान नहीं थी. विरोध हुआ, धमकियां मिली, लेकिन हौसला नहीं टूटा. जब प्रधानमंत्री मत्स्य संपदा योजना आई तो उन्हें
नई ताकत मिली। സുശക്ത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ കായിക വിനോദങ്ങൾക്കുള്ള പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ വിശദീകരിച്ചു. രാജ്യത്തെ കായിക രംഗത്തെ സൂപ്പർ പവർ ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഖേലോ ഭാരത് നയം 2025-ന് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങൾ സ്വന്തമായി നിർമ്മിച്ച റാക്കറ്റും ബാറ്റും ബോളും ഉപയോഗിച്ച് കളിക്കുമ്പോൾ ആത്മനിർഭർ ദൌത്യത്തിന് വലിയ ശക്തി ലഭിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഒളിമ്പിക്സ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കായികമേളയായ വേൾഡ് പോലീസ് ആന്റ് ഫയർ ഗെയിംസിൽ 600 മെഡലുകൾ നേടി 71 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 3ാം സ്ഥാനത്തെത്തി ചരിത്രം രചിച്ചു. കളിക്കാർക്കും പരിശീലക സംഘത്തിനും പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അഗ്നിശമന സേനാംഗങ്ങൾ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്ന കായികമേള ഇത്തവണ അമേരിക്കയിലാണ് നടന്നത്. 2029 ഇത് ഇന്ത്യയിൽ നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കായിക വിനോദങ്ങൾ രാജ്യത്തെ പൌരന്മാരിൽ ഒത്തൊരുമയും കായികക്ഷമതയും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അടുത്തുതന്നെ സ്വച്ഛ് ഭാരത് മിഷൻ 11 വർഷം പൂർത്തിയാക്കും. ഇപ്പോൾ ഈ ദൌത്യം ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ഈ വർഷം രാജ്യത്തെ 4500-ലധികം നഗരങ്ങളും ചെറുപട്ടണങ്ങളും ഇതിൽ ചേർന്നു. 15 കോടിയിലധികം ആളുകൾ ഇതിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡിലെ ബിൽഹായിൽ മാലിന്യ സംസ്കരണം ഏറ്റെടുത്ത വനിതകൾ നഗരത്തിന്റെ ചിത്രം തന്നെ മാറ്റിമറിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. വരാനിരിക്കുന്ന നാഗപഞ്ചമി, രക്ഷാബന്ധൻ, ജന്മാഷ്ടമി ഉത്സവങ്ങളുടെ പരിസ്ഥിതി പ്രാധാന്യം ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി ഉത്സവാശംസകൾ നേർന്നുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ 124ാം പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുൻ രാഷ്ട്രപതിയും വിഖ്യാത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വികസിതവും ശക്തവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് സംഭാവന നൽകാൻ യുവാക്കൾക്ക് ഇന്ത്യയുടെ മിസൈൽ മാൻ ഡോക്ടർ അബ്ദുൽ കലാമിന്റെ ചിന്തകൾ പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യത. മലയോര മേഖലകളിലും നദീതീരങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിൽ അതിശക്തമായ മഴയും കാറ്റും തുടരുകയാണ്. മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. തലപ്പുഴ മക്കിമലയിൽ വനത്തിനുള്ളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായി സംശയമുണ്ട്. നിലവിൽ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് മാനന്തവാടി താലൂക്കിലാണ്. പനവല്ലി പുഴയിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ബാണാസുര സാഗർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തി പ്രാപിച്ചതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തി. ജില്ലയിൽ വ്യാപകമായ രീതിയിൽ കൃഷിനാശവും ഉണ്ടായി. ശിക്ഷാ സംസ്കൃതി ഉത്ഥാൻ ന്യാസിന്റെ 2 ദിവസത്തെ ജ്ഞാനസഭ ആരംഭിച്ചു. എറണാകുളം ഇടപ്പള്ളി അമൃത ആശുപത്രി അങ്കണത്തിൽ നടക്കുന്ന ജ്ഞാനസഭയിൽ RSS മേധാവി മോഹൻ ഭാഗവത്, രാജ്യത്തെ 200 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ, വിദ്യാഭ്യാസ മന്ത്രിമാർ, കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ സമനിലയ്ക്കായി പൊരുതുന്നു. 4ാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ 63 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 174 റൺസ് എന്ന നിലയിലാണ്. 78 റൺസോടെ ശുഭ്മാൻ ഗില്ലും 87 റൺസോടെ KL രാഹുലും ക്രീസിലുണ്ട്. കോടഞ്ചേരിയിൽ നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന് ഇന്ന് സമാപനം. വിജയികൾക്കുള്ള സമ്മാനദാനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ശക്തമായ മഴ കാരണം ഇന്നത്തെ മത്സരവേദി ഇലന്തുകടവിൽ നിന്നും പുലിക്കയത്തേക്ക് മാറ്റി. തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല KPCC വൈസ് പ്രസിഡന്റ് N ശക്തന് നൽകിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ ജലവൈദ്യുതി ഉൽപാദന കേന്ദ്രമായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ വിപുലീകരണം യാഥാർത്ഥ്യമാകുന്നു. ആദ്യഘട്ടത്തിലെ 37.5 മെഗാവാട്ട് ഉൽപാദനത്തിന് പുറമെയാണ് 60 മെഗാവാട്ട് ശേഷിയുള്ള പുതിയ ജലവൈദ്യുത നിലയം പൂർത്തിയായിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ശുഭാൻശു ശുക്ല ഇന്ത്യയുടെ അഭിമാനമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ 4 മടങ്ങ് വർധന. കുട്ടികളിലെ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം. ആത്മനിർഭർ ഭാരതത്തിന്റെ അടിത്തറയാണ് വോക്കൽ ഫോർ ലോക്കൽ എന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും കടമയായി കരുതി ജനങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രധാനമന്ത്രി. സുശക്ത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ കായിക വിനോദങ്ങൾക്ക് സുപ്രധാന പങ്ക്. 11 വർഷം പൂർത്തിയാക്കുന്ന സ്വച്ഛ് ഭാരത് ദൌത്യം ജനകീയ പ്രസ്ഥാനമായി മാറിയെന്നും മൻ കി ബാത്തിൽ പരാമർശം. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇംഗ്ലണ്ടിനെതിരായ മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ സമനിലയ്ക്കായി പൊരുതുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.